കുംഭമേള വൈറൽ പെൺകുട്ടിയുടെ വിവാഹത്തിൽ പെൺകുട്ടിയുടെ മൊഴിയെടുക്കാൻ മധ്യപ്രദേശ് പോലീസ്. പെൺകുട്ടിക്കും ഭർത്താവ് ഹർമാനുമായി മധ്യപ്രദേശ് പോലീസ് തിരച്ചിൽ നടത്തുകയാണ്. പെൺകുട്ടിയെ ഹാജരാക്കണമെന്ന താമസത്തിന് സൗകര്യമൊരുക്കിയവർക്ക് നിർദ്ദേശം നൽകി. അതേസമയം ഹാജരാകേണ്ടതില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പെൺകുട്ടി. എഫ്ഐആർ റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട് കേരള മധ്യപ്രദേശ് ഹൈക്കോടതികളെ സമീപിക്കാനാണ് നീക്കം. രഹസ്യമൊഴി നൽകാനും ആലോചനയുണ്ട്. എസ് ശരൺ വിവരങ്ങളുമായി ചേരുകയാണ്. ശരൺ, ഈ മധ്യപ്രദേശിൽ നിന്നുള്ള പോലീസ് സംഘം 2 ദിവസമായി കേരളത്തിൽ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. അവർക്ക് വിട്ടുകൊടുക്കരുത്, സംരക്ഷണം വേണമെന്നത് ആവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം പെൺകുട്ടി പരാതി നൽകിയിരുന്നു. മുഖ്യമന്ത്രിക്കടക്കം പരാതിയും നൽകിയിരുന്നു. ഇനി കോടതിയിലേക്ക് പോകാനാണ് നീക്കം. മാധു, അത്തരത്തിലൊരു നീക്കമാണ് പെൺകുട്ടി നടത്തുന്നതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. 2 ദിവസം മുമ്പാണ് മധ്യപ്രദേശ് പോലീസ് കൊച്ചിയിലേക്ക് എത്തിയിരുന്നത്. മധ്യപ്രദേശ് പോലീസ് കൊച്ചിയിലേക്ക് എത്തിയപ്പോൾ തന്നെ അവർക്ക് ലഭിച്ചിരുന്ന സൂചന, അതായത് പെൺകുട്ടിക്കും ഭർത്താവ് ഫർമാൻ ഖാനും ലഭിച്ചിരുന്ന സൂചന കസ്റ്റഡിയിൽ എടുക്കാൻ പോകുന്നതുമാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് സംരക്ഷണം തേടിക്കൊണ്ട് DGPക്കും മുഖ്യമന്ത്രിക്ക് അടക്കം അവർ പരാതി നൽകുകയും ചെയ്തിരുന്നത്. എന്തായാലും ഇപ്പോൾ ഈ സംരക്ഷണം നൽകുന്ന കാര്യത്തിൽ പോലീസ് ഒരു വ്യക്തമായ തീരുമാനം എടുത്തിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു വശത്ത് മധ്യപ്രദേശ് പോലീസ് ഈ 2 പേരെയും കണ്ടെത്താനുള്ള വലിയ അന്വേഷണത്തിലേക്ക് കടക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് 2 പേരും മധ്യപ്രദേശ് പോലീസ് കൊച്ചിയിലേക്ക് എത്തിയിട്ടുണ്ടെന്ന വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മാറി നിൽക്കുകയാണ്. അവരെവിടെയാണെന്നുള്ള കാര്യം ഇപ്പോഴും ഈ മധ്യപ്രദേശ് പോലീസിന് 2 പേരും പിടികൊടുത്തിട്ടില്ല. എന്തായാലും ഇപ്പോൾ മധ്യപ്രദേശ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള അന്വേഷണം തുടരുന്ന അത് ഈ 2 ആളുകളുമായിട്ട് അടുപ്പമുള്ളവരെ കേന്ദ്രീകരിച്ചാണ്. പ്രധാനമായും കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ 2 പേരും കൊച്ചി നഗരത്തിന്റെ പലയിടങ്ങളിലായി വാടകയ്ക്ക് താമസിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. തൃക്കാക്കര, ബിനാമിപുരം അടക്കമുള്ള സ്ഥലങ്ങളിലായിരുന്നു താമസിച്ചിരുന്നത്. അപ്പോൾ അവിടെയുള്ള ഈ താമസ സൗകര്യം ഒരുക്കിയ ആളുകളെ കണ്ട് ചോദിക്കുകയാണ്, നിങ്ങൾ എവിടെയാണ് അവരെന്നുള്ള കാര്യം ചോദിച്ചാണ് അവർ അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഈ പെൺകുട്ടിയെ ഹാജരാക്കണമെന്നുള്ള നിർദ്ദേശം ഈ താമസ സൗകര്യം ഒരുക്കിയവർക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും പെൺകുട്ടി ഹാജരാകേണ്ടതില്ല എന്ന നിലപാട് തന്നെ ഉറച്ചു നിൽക്കുകയാണ്. നമ്മൾ ഈ പെൺകുട്ടിയുമായി അടുപ്പമുള്ള ആളുകളുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നതാണ്. ഇതിനകം തന്നെ മധ്യപ്രദേശിലെ വിവരങ്ങൾ നൽകിയത്. കോടതിയെ സമീപിക്കാനുള്ള നീക്കത്തിൽ കുംഭമേള വൈറൽ താരവും ഭർത്താവും